നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം നിർണ്ണയിക്കുന്നതിനായി ജലത്തിനടിയിലെ ROV ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. കെ കരുണാകരന്റെ 15ാം ചരമവാർഷികം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ തേയിലത്തോട്ടം മേഖല പ്രതിസന്ധിയിൽ. -ഡിഗ്രിയിലെത്തിയതോടെ തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് കൺട്രോൾ റൂമുകളിലേക്ക് പുതിയതായി അനുവദിച്ച വാഹനങ്ങൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ് കൈമാറി. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം നിർണ്ണയിക്കുന്നതിനായി ജലത്തിനടിയിലെ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. അണക്കെട്ടിന്റെ ജലാഭിമുഖ ഭാഗത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ച് ബലക്ഷയം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധന നടത്തുന്നത്. 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന. ഇതിനുശേഷം 50 അടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് പരിശോധന നടത്തും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം നിർണ്ണയിക്കുന്നതിനായി ജലത്തിനടിയിലെ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. അണക്കെട്ടിന്റെ ജലാഭിമുഖ ഭാഗത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ച് ബലക്ഷയം വിലയിരുത്തുന്നതിനാണ് ഈ പരിശോധന. 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന. ഇതിനുശേഷം 50 അടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് പരിശോധിക്കും. ഏറ്റവും ഒടുവിൽ അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് 10 അടി വീതമായി ഭാഗിച്ച് ROV ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കും. അണക്കെട്ടിൽ 110 അടിക്ക് താഴെ സിമന്റ് പ്ലാസ്റ്ററിംഗ് ഇളകിപ്പോയും നിർമ്മാണത്തിന് ഉപയോഗിച്ച സുർക്കി മിശ്രിതം നഷ്ടപ്പെട്ടും കരിങ്കല്ലുകൾ തെളിഞ്ഞതായി മുമ്പ് കേരളം നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജലാഭിമുഖ ഭാഗത്ത് ഈ പരിശോധന നടത്തുന്നത്. ദില്ലി CSMRS-ൽ നിന്നുള്ള 4 ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഫ്രാൻസിൽ നിന്നെത്തിച്ച ഉപകരണം ഉപയോഗിച്ചാണ് ഇത്തവണ പരിശോധന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ നേരിട്ട കേരള രാഷ്ട്രീയത്തിലെ അപൂർവ വ്യക്തിത്വമാണ് കെ കരുണാകരൻ എന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. കെ കരുണാകരന്റെ 15ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി സ്ക്വയറിൽ സ്ഥാപിച്ച കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത്. നിരവധി നേതാക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരള ജനത ലീഡർ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരേയൊരു നേതാവ് കരുണാകരൻ മാത്രമാണ്. കേരളത്തിന്റെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ലീഡർ എന്നും അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ഒരു സാധാരണ പ്രവർത്തകന്റെ ലീഡറിലേക്കുള്ള വളർച്ച വളരെയേറെ ത്യാഗപൂർണമായിരുന്നു. ആ വളർച്ചയിൽ അദ്ദേഹത്തെ ലീഡർ എന്ന് വിളിക്കുന്നവർ അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമായിരുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, രാജീവ് ഗാന്ധി അദ്ദേഹത്തെ ലീഡർ എന്നാണ് വിളിക്കുന്നത്. ഇന്ദിരാജി അങ്ങനെ വിളിച്ചിട്ടതായി പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഇന്ദിരാജിക്ക് സഹോദരവിശേഷമായ സ്നേഹമായിരുന്നു ശ്രീ കെ കരുണാകരനോട്. കാരണം ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്നതാണ്. ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കാനും ആത്മധൈര്യം പകരാനുമുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾ. ഇന്ദിരാഗാന്ധിയുടെ വിഷമകാലത്ത് കൂടെ നിന്നവരും സ്ഥാനങ്ങൾ കിട്ടിയവരും മികഭൂരിപക്ഷം ആളുകളും തള്ളി പറഞ്ഞപ്പോഴും തനിക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി അടിയുറച്ചു നിന്ന ലീഡർ. ആ ലീഡർക്ക് ഇന്ദിരാഗാന്ധിക്ക് ലീഡറോടുള്ള വിശ്വാസം, ആ വിശ്വാസസമമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ വേറെ എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിക്ക് നേരിട്ട് പറയാൻ കഴിയാത്ത വിഷമകരമായ കാര്യങ്ങൾ പറയാൻ ഇന്ദിരാഗാന്ധി നിയോഗിച്ചിരുന്ന സ്പെഷ്യൽ മെസഞ്ചറായിരുന്നു ലീഡർ കെ കരുണാകരൻ. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസനായിരുന്ന AR ആന്തുലെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി AR ആന്തുലെക്കെതിരെ ഒരു ചെറിയ പരാമർശമായപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് തൽക്കാലത്തേക്ക് നല്ലത് എന്ന ഇന്ദിരാഗാന്ധിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അത് നേരിട്ട് പറയാൻ ഇന്ദിരാഗാന്ധിയുടെ മനസ്സ് മടിച്ചു.
ആ ദൗത്യം, വിഷമകരമായ ദൗത്യം ഏൽപ്പിച്ചത് ലീഡർ കെ കരുണാകരനെയാണ്. ഗാന്ധി സ്ക്വയറിൽ സ്ഥാപിച്ച കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അനുസ്മരണ പ്രഭാഷണം നടത്തി. ലീഡർ എന്ന് കേരളത്തിൽ വിളിക്കപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളത് ശ്രീ കെ കരുണാകരൻ മാത്രമാണ്. അത്രമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ലീഡർ എന്ന് തന്നെ വിളിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മാത്രമല്ല, ഭരണരംഗത്തും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വലിയ ദീർഘവീക്ഷണത്തോടു കൂടി മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നമ്മളൊക്കെ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരുടെയൊക്കെ ഒരു വീക്ഷണവും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ത്യാഗ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനവുമൊക്കെ നമുക്കൊക്കെ പ്രചോദനമായി മാറേണ്ടതായിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നേതാക്കളായ ഷാജി വെള്ളമാക്കൽ, PS മേരിദാസൻ, ജോസ് ആനക്കല്ലിൽ, റൂബി വേഴാമ്പത്തോട്ടം, KT ജയൻ, ജെസി ബെന്നി, സോണിയ JB, ബീന സിബി, സജിമോൾ ഷാജി, സന്തോഷ് ഒലിനാൽ, ബിൻസി ഷിനോജ്, ലിസി ജോണി, ഐബിമോൾ രാജൻ, പൊന്നപ്പൻ അഞ്ചപ്ര, ഷാജൻ എബ്രഹാം, രാധാകൃഷ്ണൻ നായർ, ഷാജൻ എബ്രഹാം, തങ്കച്ചൻ പാണാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ തേയിലത്തോട്ടം മേഖല പ്രതിസന്ധിയിൽ. -ഡിഗ്രിയിലെത്തിയതോടെ തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നു. കനത്ത മഞ്ഞ് വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ശക്തമായ വെയിലും ചൂടുമാണ് തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ കാരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാറിലും പരിസര പ്രദേശത്തും -ഡിഗ്രിയാണ് രേഖപ്പെടുത്തുന്നത്. തണുപ്പ് ശക്തമായതോടെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മഞ്ഞുവീഴ്ച തോട്ടം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. ഏക്കർ കണക്കിന് തേയിലച്ചെടികളാണ് മഞ്ഞുവീഴ്ചയിൽ നശിച്ചിരിക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 30 ഏക്കറും കണ്ണൻ ദേവൻ കമ്പനിയുടെ 100 ഹെക്ടറോളം തേയിലച്ചെടികളുമാണ് കരിഞ്ഞുണങ്ങിയത്. പുലർച്ചെയുണ്ടാകുന്ന ശക്തമായ മഞ്ഞുവീഴ്ചയും അതിനുശേഷം അതിശക്തമായ ചൂടും അനുഭവപ്പെടുന്നതാണ് തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ പ്രധാന കാരണം. ഏറ്റവും മികച്ച കൊളുന്ത് ലഭിക്കുന്ന പ്രദേശത്താണ് തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങിയത്. ഇവ വീണ്ടും വിളവെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ മാസങ്ങൾ വേണ്ടിവരും. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ മഞ്ഞുവീഴ്ച മൂന്നാറിലെ തോട്ടം മേഖലയെ പ്രതികൂലമായി ബാധിച്ചത്. ഞാൻ ലോക്കാട് എസ്റ്റേറ്റിൻ്റെ എസ്റ്റേറ്റ് ഇൻചാർജാണ്. ഇന്നലെയും അതിന് മുമ്പത്തെ ഒരു ദിവസവും ഇവിടെ മൈനസ് ടെമ്പറേച്ചറാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 121 ഏക്കറോളം സ്ഥലത്ത് മഞ്ഞ് വന്നടിഞ്ഞ് ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 1500ഓളം തൊഴിലാളികൾക്ക് ഈ 3 മാസത്തേക്ക് വേല ചെയ്യേണ്ടിയിരുന്ന കൊളുന്ത് ഞങ്ങൾക്ക് ഇതുമൂലം നഷ്ടമായിരിക്കുകയാണ്. ഇത് എന്തായിരുന്നു സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പൊതുവെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു എസ്റ്റേറ്റിൽ ഇതേ ഒരു അവസ്ഥ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. അന്ന് ഏകദേശം ഇത്രയും തന്നെ ഒരു 125 ഏക്കറോളം സ്ഥലം ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് മഞ്ഞും വീണ് തേയിലയുടെ മേൽ പൂർണ്ണമായിട്ടും ഈ മഞ്ഞുപാളികളാൽ നിറയുകയാണ് ആ ഒരു അവസ്ഥ വരുന്നത്. ഇത് റിക്കവർ ആവാൻ ഏകദേശം ഒരു 3 മാസത്തോളം സമയം എടുക്കും. അടുത്ത ഒരു മഴ പെയ്ത് തളർപ്പ് വരുന്നത് വരെ ഇതുപോലെ തന്നെയായിരിക്കും തുടരുക. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, 1500ഓളം തൊഴിലാളികൾക്കുള്ള ഒരു വേലയാണ്. അത്രയും തൊഴിലാളികൾ ജോലി ചെയ്യേണ്ട ഒരു അവസരമാണ് ഇങ്ങനെ വരുന്നത് മൂലം ഈ എസ്റ്റേറ്റിൽ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്രയും സ്ഥലത്ത് ഇതുപോലെ തേയില കരിഞ്ഞു പോയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമാനമായ താപനില മൈനസിൽ തുടർന്നാൽ തോട്ടം മേഖലയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് തൊഴിൽ മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ KSRTC ഡിപ്പോയിൽ സംഗീതത്തിന്റെ ഇന്ദ്രവല്ലരി പൂത്തു. KSRTC ജീവനക്കാർ ചേർന്നാണ് ഇന്ദ്രവല്ലരി എന്ന പേരിൽ ഗായക കൂട്ടായ്മ ആരംഭിച്ചിരിക്കുന്നത്. കൂട്ടായ്മയുടെ ആദ്യ ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാണാം ഇന്ദ്രവല്ലരിയുടെ കഥ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശമോതി ലോകരക്ഷകനായ യേശുദേവന്റെ തിരുപ്പിറവി വിളിച്ചറിയിച്ചുകൊണ്ട് ക്രിസ്മസ് വരവായി. മണ്ണിന്റെ ശാപം അകറ്റുന്നതിന് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് നൽകിയ സുദിനത്തിൽ ബത്ലഹേമിലെ ആകാശതാരകത്തിന്റെ തേജസ്സിനാൽ ആട്ടിടയർ ആനന്ദചിത്തരാകുമ്പോൾ
പുതിയൊരു പുലരി വിടർന്നു മണ്ണിൽ, പുതിയൊരു ഗാനം ഉണർന്നൊഴുകി. ഇന്നല്ലോ വിണ്ണിൻ്റെ നാഥൻ ഈ മണ്ണിൽ പിറന്നൊരു മംഗള സുദിനം എന്ന വരികളിലൂടെ ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും 1000 മംഗളങ്ങൾ നേർന്നുകൊണ്ട് തൊടുപുഴയിലെ KSRTC ജീവനക്കാരുടെ സ്വന്തം ഇന്ദിരവല്ലരി. തൊടുപുഴ KSRTC ഡിപ്പോയിൽ ജോലി ചെയ്യുന്നവരും തൊടുപുഴക്കാരായ KSRTC ജീവനക്കാരും ചേർന്നാണ് ഇന്ദിരവല്ലരി എന്ന ഗായക സംഘം ആരംഭിച്ചത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ കരോൾ ഗാനമാണ് സംഘത്തിന്റെ ആദ്യ സൃഷ്ടി. തൊടുപുഴ ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന 6 പേരും തൊടുപുഴ സ്വദേശികളായ 3 പേരും അടങ്ങുന്ന സംഘമാണ് ഇന്ദിരവല്ലരിയായി രൂപീകരിച്ചത്. കണ്ടക്ടർമാരും ഡ്രൈവർമാരും മിനി സ്റ്റീരിയൽ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. യാദൃശ്ചികമായാണ് ഇത്തരത്തിലൊരു ഗായക സംഘം ആരംഭിച്ചത് എന്ന് കോർഡിനേറ്ററായി വിനുരാജ് മുണ്ടക്കൽ പറയുന്നു. ഇന്ദിരവല്ലരി എന്ന് പറയുന്നത് തൊടുപുഴയിലെ KSRTC ജീവനക്കാർ, അതായത് തൊടുപുഴ ഹോം ഡിപ്പോ ആയതും തൊടുപുഴ യൂണിറ്റിൽ ജോലി ചെയ്യുന്നതുമായ KSRTC ജീവനക്കാരിലെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ദിരവല്ലരി എന്ന് പറയുന്നത്. ഇന്ദിരവല്ലരിയുടെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ദിരവല്ലരി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് കിട്ടിയ ഒരു ആശയത്തിൻ്റെ പുറത്ത് 3-4 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഇന്ദിരവല്ലരി. അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാം എന്ന നിലയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കരോൾ ഗാനം ഷൂട്ട് ചെയ്യുകയും അതൊന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി പുറത്തുവിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തൊടുപുഴ KSRTCയിലെ 6 കലാകാരന്മാരും കലാകാരികൾ ഉൾപ്പെടെ 6 പേരും 2-3 പേര് മറ്റ് ഡിപ്പോകളിലെ, അതായത് അവരുടെ എല്ലാം ഹോം ഡിപ്പോ തൊടുപുഴയാണ്. തൊടുപുഴയെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. 2 പേര് പത്തനംതിട്ടയും ഒരാൾ പാലായിലും ജോലി ചെയ്യുന്ന ആളുകൾ. ഇത്രയും ആളുകൾ കൂടിയിട്ടാണ് നിലവിൽ ഇന്ദിരവല്ലരി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന നിലയിൽ തൊടുപുഴയിലെ സ്റ്റേഷൻ മാസ്റ്റർ ശ്രീ MS മനോജ്, അദ്ദേഹമാണ് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ യൂണിറ്റ് ഓഫീസർ ശ്രീ R മനീഷ് സാറിനോടും, അതുപോലെ തൃശ്ശൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ KP രാധാകൃഷ്ണൻ സാറിനോടും, തൊടുപുഴയിലെ KSRTCയിലെ ജനറൽ CI KK സന്തോഷ് സാറിനോടും, മറ്റ് എല്ലാ സഹപ്രവർത്തകരോടും, അതായത് സ്റ്റേഷൻ മാസ്റ്റർ, വെഹിക്കിൾ സൂപ്പർവൈസർ, DE, മെക്കാനിക്കൽ വിഭാഗം, മിനിസ്റ്റീരിയൽ വിഭാഗം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരോടും ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം എല്ലാവരും നല്ല സഹകരണത്തോടു കൂടിയാണ് ഇന്ന് വരെ ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്യാമെന്ന ചിന്തയിൽ നിന്നാണ് കരോൾ ഗാനം പുറത്തിറക്കാൻ തീരുമാനിച്ചത്. ഒറ്റ ദിവസത്തെ റിഹേഴ്സൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജോലിയിലെ വിരസതയിൽ നിന്ന് മുക്തി എന്ന നിലയ്ക്കാണ് ഗ്രൂപ്പ് ആരംഭിച്ചത് എന്നും ഡിപ്പോയിലെ മറ്റ് ജീവനക്കാരുടെയും പിന്തുണ ഉണ്ടായിരുന്നുവെന്നും സംഘാംഗമായ PA രാജൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് ഒരൊറ്റ ദിവസത്തെ റിഹേഴ്സലും ഉണ്ട്. ഒരു ദിവസം വൈകിട്ട് തന്നെ റിഹേഴ്സൽ എടുത്തുകൊണ്ട് എല്ലാവരും തന്നെ ദൂരെ പോകേണ്ടവരുണ്ട്, മലയാത്ര ചെയ്യേണ്ടവരുണ്ട്, ദൂരെ പോകേണ്ടവരുണ്ട്. ആ സാഹചര്യം നോക്കി ഒരൊറ്റ ദിവസത്തെ റിഹേഴ്സൽ എടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ റെക്കോർഡിങ്ങിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അതിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ വരും കാലങ്ങളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ പ്രവർത്തനവും നോക്കിയോ എല്ലാവരും കൂടെ ഇച്ചിരൂടെ നല്ല രീതിയിൽ ഇപ്പം തന്നെ നല്ല രീതിയിലാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഇരിക്കുന്നത്. പിന്നെ എല്ലാം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കയ്യിലാണ്, അവരുടെ പ്രോത്സാഹനവും എല്ലാം കൊണ്ട് നമ്മൾ. ഇന്ദിരവല്ലരി പുറത്തിറക്കിയ കരോൾ ഗാനത്തിൽ ഷാഹുൽ ഹമീദ്, സജിമോൻ PS, മിനിമോൾ KA, PS സ്മിത്ത്, രാധ ആൻഡ്രൂസ്, PA രാജൻ, കവിത രാജൻ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. പുതിയൊരു പുലരി വിടർന്നു മണ്ണിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനീ മണ്ണിൽ പിറന്നൊരു മംഗള സുദിനം.
മണ്ണിൻ്റെ ശാപം അകറ്റിടാനായി ദൈവം തൻ സോനുവേ നൽകിയല്ലോ. ബേത്ലഹേമിലൊരു ഗോശാല തന്നിൽ താൻ, ബേത്ലഹേമിലൊരു ഗോശാല തന്നിൽ താൻ ജാതനായി വാണിടുന്നു. പുതിയൊരു പുലരി വിടർന്നു മന്നിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിൻ്റെ നാഥനീ മണ്ണിൽ പിറന്നൊരു മംഗളസുദിനം, പിറന്നൊരു മംഗളസുദിനം. ഇതിൽ പി എ രാജൻ, കവിതാ രാജൻ എന്നിവർ ദമ്പതികളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. KSRTCയുടെ ഔദ്യോഗിക ട്രൂപ്പായ ഗാനവണ്ടിയുടെ ഭാഗമാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ദ്രവല്ലരി ഗായക സംഘം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജില്ലാതല സഹകരണ ക്രിസ്മസ് പുതുവത്സര വിപണി കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജിൻസൺ വർക്കി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ സോണിയ JB അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ OJ ബേബി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെയാണ് വിപണി പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പൊതുവിപണിയിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഉത്സവകാലത്തുണ്ടാകുവാനിടയുള്ള വിലക്കയറ്റത്തിനെതിരായി വിപണി ഇടപെടൽ ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ക്രിസ്തുമസ് പുതുവത്സര വിപണി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗുണമേന്മയുള്ള 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റുൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ വില കുറച്ചും വിൽപ്പന നടത്തുന്നതിനായി വിപണികളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 2025 ഡിസംബർ 23 മുതൽ 2026 ജനുവരി 1 വരെ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര വിപണിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന ICICI ബാങ്കിന് സമീപം ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജിൻസൺ വർക്കി ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ എത്തിക്കുന്ന ഒരു സംരംഭം, അത് ഏറ്റവും അഭിമാനകരമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. കഴിഞ്ഞ ഓണക്കാലം നമുക്കറിയാം, ആവശ്യത്തിന് സാധനങ്ങൾ ഏറ്റവും വില കുറവിൽ നമ്മുടെ എല്ലാ പ്രദേശത്തെ സഹകരണ സ്ഥാപനങ്ങളും കൺസ്യൂമർ ഫെഡിൻ്റെ സ്ഥാപനങ്ങളും വഴി വിതരണം ചെയ്തുകൊണ്ട് നാട്ടിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ ക്രിസ്മസ് സമയത്തും പുതുവത്സര സമയത്തും നമ്മുടെ വിപണിയിൽ അതിശക്തമായി ഇടപെടുന്നതിന് വേണ്ടി 13 ഇനം സബ്സിഡി സാധനങ്ങളും മറ്റ് സബ്സിഡി ഇല്ലാത്ത ഐറ്റങ്ങൾ വിലക്കുറവിലും നൽകിക്കൊണ്ട് ഇന്ന് ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നടക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ ഈ സംരംഭം നാടിന് സമർപ്പിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് സന്തോഷിക്കുകയും. മുനിസിപ്പൽ കൗൺസിലർ സോണിയ JB അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആദ്യ വിൽപ്പന OJ ബേബി ഏറ്റുവാങ്ങി. നഗരസഭാ കൗൺസിലർ VR സജി, സീനിയർ സഹകരണ ഇൻസ്പെക്ടർ ജെയ്മോൻ AV, അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ ബിജു K വർഗീസ്, മാർക്കറ്റിംഗ് മാനേജർ മഞ്ജു KN തുടങ്ങിയവർ സംസാരിച്ചു. 2026 ജനുവരി 1 വരെയാണ് വിപണി പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് കൺട്രോൾ റൂമുകളിലേക്ക് പുതിയതായി അനുവദിച്ച വാഹനങ്ങൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമാനുവൽ പോൾ, ഇടുക്കി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാജൻ K അരമന, ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് NM ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കുമളി, കട്ടപ്പന, മൂന്നാർ, തൊടുപുഴ എന്നീ പോലീസ് കൺട്രോൾ റൂമുകളിലേക്ക് പുതിയതായി അനുവദിച്ച മഹീന്ദ്രയുടെ പുതിയ ബൊലേറോ നിയോ വാഹനങ്ങളാണ് പൈനാവിലുള്ള മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി ഫ്ളാഗ് ഓഫ് ചെയ്തത്.
ഇടുക്കി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവൽ പോൾ, ഇടുക്കി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാജൻ കെ അരമന, ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജോയി മാത്യു NM, സ്പെഷ്യൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് യൂനസ് DA, മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസർ സിബിമോൻ KB, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പടമുഖം സ്നേഹമന്ദിരത്തിലെ അന്തേവാസികൾ ചേർന്ന് മുരിക്കാശ്ശേരി ടൗണിൽ ക്രിസ്മസ് കരോൾ നടത്തി. 200ഓളം ക്രിസ്മസ് പാപ്പ വേഷധാരികൾ അണിനിരുന്ന കരോളിൽ മുരിക്കാശ്ശേരി ഫൊറോന ഇടവക വികാരി ഫാദർ ജിജി വടക്കേൽ ക്രിസ്മസ് സന്ദേശം നൽകി. ഫാദർ ലിബിൻ വള്ളിയാന്തടത്തിൽ, സിസ്റ്റർ ലിസി ആന്റണി ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പടമുഖം സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളുടെ ക്രിസ്മസ് കരോളാണ് മുരിക്കാശ്ശേരി ടൗണിൽ നടത്തിയത്. മാതാവും ഔസേപിതാവും ഉണ്ണീശോയും അടങ്ങുന്ന പ്ലോട്ടുകളും 200ഓളം വരുന്ന പാപ്പ വേഷധാരികളും കുട്ടികളുടെ ഡാൻസും കരോൾ യാത്ര വർണ്ണാഭമാക്കി. മുരിക്കാശ്ശേരി ഫൊറോന പള്ളി വികാരി ഫാദർ ജിജി വടക്കേൽ ക്രിസ്മസ് സന്ദേശം നൽകി. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന്റെ ചരിത്രം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം, യേശുവിന് ജന്മം നൽകാൻ വേണ്ടി ഇടമന്വേഷിക്കുന്ന യൂസപിതാവും മാതാവും അന്വേഷിക്കുമ്പോൾ സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല എന്ന വാർത്തയാണ്. ആ നിലപാട് നമ്മൾ എത്രമാത്രം വീണ്ടും വീണ്ടും കണ്ണീരണിയിക്കുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കാൻ തക്കവണ്ണം അത്ര അധികമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്വീകരിക്കാൻ ഒരു സത്രത്തിൽ ഇടമില്ലാതെ പോയല്ലോ എന്നുള്ള സങ്കടം അതെല്ലാ കാലത്തെയും സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, ആ സങ്കടത്തിൻ്റെ ഉത്തരമാണ് ലോകമാസകലം എന്നും നമ്മൾ ആശ്രിതർക്ക് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും. ദൈവം മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഇടം കൊടുക്കാൻ മനുഷ്യർ തയ്യാറായില്ലെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ശുശ്രൂഷ നൽകിക്കൊണ്ട് അന്ന് ചെയ്ത നിലപാടിന് പരിഹാരം ചെയ്തുകൊണ്ട് ലോകത്ത് നന്മയുടെ വസന്തങ്ങൾ എല്ലാ കാലവും നിറയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ വസന്തത്തിൻ്റെ പൂക്കാലമാണ് സ്നേഹമന്ദിരം ഒരുക്കിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ കാലവും ആശ്രിതർക്ക് രാത്രി പകലില്ലാതെ സദാസമയം തുറക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയുടെ ഒരു സത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹമന്ദിരം ഒരുക്കിയിരിക്കുന്നത്. ഫാദർ ലിബിൻ വള്ളിയാന്തടത്തിൽ, മുരിക്കാശ്ശേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജിമ്മി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ഷിബു, അഡ്വക്കേറ്റ് KB സെൽവം, സിസ്റ്റർ ലിസി ആന്റണി തുടങ്ങിയവർ ആശംസാ സന്ദേശം നൽകി. സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ ബ്രദർ രാജു VC, സ്നേഹമന്ദിരം PRO ജോർജ് അമ്പഴം, സ്നേഹമന്ദിരത്തിലെ ഷൈനി രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ കെയർ ഫാഷൻസിൽ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചു. 70% വരെ ഡിസ്കൗണ്ട് ആണ് ഓരോ വസ്ത്രത്തിനും ലഭിക്കുന്നത്. കൂടാതെ 3000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും പ്രത്യേക സമ്മാനങ്ങളും. തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിലുള്ള കെയർ ഫാഷൻസിലാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിലുള്ള കെയർ ഫാഷൻസിൽ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചു. നവജാത ശിശുക്കൾ മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ബ്രാൻഡാണ് കെയർ ഫാഷൻ. കുട്ടികളുടെ ശരീരപ്രകൃതിക്കിണങ്ങുന്ന ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന വസ്ത്രങ്ങൾ കുറവാണ്. ഇവിടെയാണ് കെയർ ഫാഷൻസിന്റെ പ്രസക്തിയേറുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആകർഷിക്കുന്ന ഡിസൈനിൽ ഫാഷന് പ്രത്യേക ഊന്നൽ നൽകി ഉന്നത നിലവാരത്തിൽ നെയ്ത ഉൽപ്പന്നങ്ങളാണ് കെയറിന്റെ പ്രത്യേകത. വസ്ത്രനിർമ്മാണത്തിന് കോട്ടനാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സൗകര്യത്തിനും എളുപ്പത്തിൽ ഉപയോഗിക്കുവാനും വേണ്ടിയാണിത്. കെയറിന്റെ വിശ്വാസത്തിക്കൊപ്പം മികച്ച ഓഫർ ഇപ്പോൾ ലഭ്യമാണ്. 70% വരെ ഡിസ്കൗണ്ടാണ് ഓരോ വസ്ത്രത്തിനും ലഭിക്കുന്നത്. കൂടാതെ 3000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും പ്രത്യേക സമ്മാനങ്ങളും ലഭിക്കുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. നമ്മുടെ എല്ലാ വർഷവും നടത്തി വരാറുള്ള എൻഡ് ഓഫ് സീസൺ സെയിൽ നമ്മുടെ എല്ലാ കെയർ സ്റ്റോറിലും ആരംഭിച്ചിരിക്കുകയാണ്. 10 മുതൽ 70% വരെ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്താണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ എൻഡ് ഓഫ് സീസൺ സെയിൽ നമ്മൾ നടത്തി വരുന്നത്. അതുകൂടാണ്ട് എല്ലാ ന്യൂബോൺ തൊട്ട് 12 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കുള്ള എല്ലാ വെറൈറ്റി കളക്ഷൻസും കൂടി ഈ തവണ ക്രിസ്മസ് ന്യൂ ഇയറിന് കൂടി കളക്ഷൻ കൂടി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ
നമ്മുടെ എല്ലാ പ്രോഡക്റ്റ് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾക്ക് നൽകി പോരുന്നുണ്ട്. നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കോതായിക്കുന്ന് ബൈപ്പാസ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് നമ്മുടെ കെയർ സ്ഥാപനം നിലനിൽക്കുന്നത്. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് പരമാവധി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങളാണ് കെയറിന്റെ മുഖമുദ്ര. കുട്ടികൾക്ക് മികച്ച വസ്ത്രം നൽകുക എന്ന ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് കെയർ ഫാഷൻ. ഉടുപ്പുകൾ, നിക്കറുകൾ, പാന്റുകൾ തുടങ്ങിയവയുടെ വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 300 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ കെയറിൽ ലഭ്യമാണ്. SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് കൈമാറി. പൊതുജനങ്ങൾക്ക് ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെട്ടോ ഓൺലൈനായോ കരട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അർഹരായ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജനുവരി 22 വരെ ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മുൻപാകെ ആക്ഷേപം ഉന്നയിക്കാം. നവംബർ 4 മുതൽ ജില്ലയിൽ നടന്നു വന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് കൈമാറി. പൊതുജനങ്ങൾക്ക് ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെട്ടോ ഓൺലൈനായോ കരട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഇലക്ട്രൽ സെർച്ച് .eci.gov.in എന്ന ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലും പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അർഹരായ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജനുവരി 22 വരെ ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മുൻപാകെ ആക്ഷേപം ഉന്നയിക്കാം. സാധുവായ രേഖകൾ സഹിതം ഹാജരായി അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പരാതിയുള്ളതും 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുമായി ബന്ധമില്ലാത്തവരെയും ഹിയറിംഗിന് വിളിക്കും. ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് നടത്തുന്നതും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള 12 രേഖകളിൽ ഏതെങ്കിലുമായി ഹിയറിംഗിന് ഹാജരാകാവുന്നതുമാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ വോട്ടേഴ്സ് കോർണർ വെബ്സൈറ്റിലെ രജിസ്റ്റർ കംപ്ലയിൻസ് ഓപ്ഷൻ വഴി ഓൺലൈനായും ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാം. താമസം മാറിപ്പോയത് കാരണം വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടില്ലാത്തവർക്ക് നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ മുഖേനയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്ലിക്കേഷൻ മുഖേനയും പുതിയതായി പേര് ചേർക്കുന്നതിനുള്ള ഫോം 6 ആപ്ലിക്കേഷൻ സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ്, EROയും ഡെപ്യൂട്ടി കളക്ടറുമായ മിനി കെ തോമസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഇലക്ഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഏതെങ്കിലും അർത്ഥത്തിൽ വിട്ടുപോയിട്ടുള്ള ആളുകൾ, വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ പേരുകൾ ഇനിയും ഉൾപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 22/1 ജനുവരി മാസം 22 വരെ അത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമായ രേഖകളുമായി ബന്ധപ്പെട്ട ഓഫീസറുടെ മുമ്പിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അപേക്ഷകൻ ഇവിടെ താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടിക്രമം ഏറ്റവും ഫലപ്രദമായി നടത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പദ്ധതി വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം തുടർന്ന് അടുത്ത മാസം 14-ാം തീയതിക്കുള്ളിലായി ഇതുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ, കൂടിക്കാഴ്ച
കൊണ്ട് പൂർത്തിയാകും. അതുകൂടി പൂർത്തിയായാൽ സമ്പൂർണ്ണ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകുമെന്നുള്ളതുകൊണ്ട് ഒരാൾ പോലും, ജീവിച്ചിരിക്കുന്ന അർഹരായിട്ടുള്ള ഒരാൾ പോലും പട്ടികയിൽ ഉൾപ്പെടാതെ വരരുത് എന്ന ലക്ഷ്യബോധത്തോടു കൂടി രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും സമ്മതിദായകരും ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ AVJ ഫാമിൽ മത്സ്യക്കൊയ്ത്തിന് തുടക്കമായി. ഇത്തവണത്തെ മത്സ്യക്കൊയ്ത്തിന് മത്സ്യം വാങ്ങുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി പൂവൻ കോഴിയെയും രണ്ടാം സമ്മാനമായി പിടക്കോഴിയെയും ലഭിക്കും. ഡിസംബർ 24 ബുധനാഴ്ച വരെയാണ് മത്സ്യക്കൊയ്ത്ത് ഉള്ളത്. തൊടുപുഴ മാരിയിൽ കലുങ്കിന് സമീപം ചൈതന്യ നഗറിലാണ് AVJ ഫാം സ്ഥിതി ചെയ്യുന്നത്. AVJ ഫാമിലെ കേരള ഫിഷറീസ് വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പാക്കിയ RIS യൂണിറ്റിലെ വിളവെടുപ്പ് 23ഉം 24ഉം നടത്തുന്നതാണ്. ഈ 10ാം വാർഷികത്തോടനുബന്ധിച്ച് 23, 24 തീയതികളിൽ മത്സ്യം വാങ്ങുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒന്നാം സമ്മാനമായ ഒരു പൂവൻ കോഴിയും രണ്ടാം സമ്മാനമായ ഒരു പിടക്കോഴിയും കൊടുക്കുന്നതാണ്. ഞങ്ങൾ മീനുകളെ ഡ്രസ്സ് ചെയ്താണ് കൊടുക്കുന്നത്. വരാലും ഫിലോപ്പിയാണ് ഈ വർഷത്തെ വിളവെടുപ്പ് ആയിട്ടനുബന്ധിച്ചുള്ളത്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കരോൾ നടത്തി. മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ക്രിസ്മസ് കരോൾ തൊടുപുഴ DYSP PK സാബു ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ സ്വാഗതം ആശംസിച്ചു. മദർ ആൻഡ് ചൈൽഡ് അവതരിപ്പിച്ച ബാൻഡ് മേളം കരോളിന് ആവേശം നൽകി. ദിവ്യരക്ഷാലയത്തിലെ അന്തേവാസികൾ അവതരിപ്പിച്ച പ്ലോട്ടുകൾ, ക്രിസ്മസ് പാപ്പന്മാർ തുടങ്ങിയവരുടെ സാന്നിധ്യം കരോളിന് കൊഴുപ്പേകി. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളും നിരവധി വ്യാപാരികളും പങ്കെടുത്ത ക്രിസ്മസ് കരോൾ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ക്രിസ്തുമസ് കരോളിൽ നിരവധി വ്യക്തികൾ അണിനിരന്നു. തൊടുപുഴ DYSP PK സാബു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവിപത്താണ് ഈ ലഹരി. അപ്പോൾ അതിനെതിരെയുള്ള ഒരു സന്ദേശം കൂടിയായി നിങ്ങൾ ഈ ക്രിസ്തുമസ് സുദിനം കൊണ്ടാടുന്നു എന്നത് അതീവ സന്തോഷവും ഹൃദ്യവുമായ കാര്യമാണ്. ചക്ഷുശ്രവണ കിളസ്തമാന്തർദിനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാമ്പിൻ്റെ വായലിരിക്കുന്ന തവളയെപ്പോലെയാണ് ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ. അപ്പോൾ അതിനെതിരെയുള്ള ഉജ്ജ്വലമായ പോരാട്ടം നിങ്ങൾ ഈ ക്രിസ്മസ് സുദിനത്തിൽ സമാരംഭിച്ചതിൽ അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് ദൈവപുത്രന്റെ സ്നേഹം പരസ്പരം കൈമാറാം. സ്നേഹം എല്ലാ ഹൃദയങ്ങളിലും വ്യാപരിക്കട്ടെ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ സ്വാഗതം ആശംസിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക, നിയമവിരുദ്ധമായ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ സംരക്ഷിക്കില്ല തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു ഈ വർഷത്തെ കരോളെന്ന് പ്രസിഡന്റ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. മദർ ആൻഡ് ചൈൽഡ് അവതരിപ്പിച്ച ബാൻഡ് മേളം കരോളിന് ആവേശം നൽകി. ദിവ്യരക്ഷാലയത്തിലെ അന്തേവാസികൾ അവതരിപ്പിച്ച പ്ലോട്ടുകൾ, ക്രിസ്തുമസ് പാപ്പാമാർ, ജയൻ തുടങ്ങിയവരുടെ സാന്നിധ്യം കരോളിന് കൊഴുപ്പേകി. ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളും നിരവധി വ്യാപാരികളും പങ്കെടുത്ത ക്രിസ്തുമസ് കരോൾ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സെക്രട്ടറി CK നവാസ്, രക്ഷാധികാരി TN പ്രസന്നകുമാർ, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, ക്ലബ് സെക്രട്ടറി നാസർ സൈര, വ്യാപാരി ക്ലബ് പ്രസിഡന്റ് ഷെരീഫ് സർഗം, വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് കളരിക്കൽ, സെക്രട്ടറിമാരായ ഷിയാസ് MH, ലിജോൺസ് ഹിന്ദുസ്ഥാൻ എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. ബ്ലോക്ക് മെമ്പർ ബിജോയ് പി ജോസഫ് ക്രിസ്മസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ചു. തിരുപ്പിറവി ദിനത്തിൽ നടന്ന പുൽക്കൂടിന്റെ മാതൃകയും സ്കൂളിൽ ഒരുക്കിയിരുന്നു. ക്രിസ്മസ് ട്രീ, സാന്താക്ലോസ്, നക്ഷത്രങ്ങൾ, കരോൾ ഗാനം എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ചേലാട് കവലയിൽ കുട്ടികൾ നടത്തിയ കരോളും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം ലോകത്തിന് നൽകാൻ ദൈവപുത്രനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്തുമസ് പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു. വാർഡ് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് മെമ്പർ ബിജോയ് പി ജോസഫ് ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുപ്പിറവി നടന്ന പുൽക്കൂടിന്റെ മാതൃകയും ഒരുക്കി. ക്രിസ്തുമസ് ട്രീ, സാന്താക്ലോസ്, നക്ഷത്രങ്ങൾ, കരോൾ ഗാനം എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് ക്രിസ്തുമസ് സ്പെഷ്യൽ ഫുഡും കേക്കും വിതരണം ചെയ്തു. ചേലാട് കവലയിൽ കുട്ടികൾ നടത്തിയ കരോളും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ, SMC ചെയർമാൻ നിത്യ വിൽസൺ, MV കുര്യാക്കോസ്, രശ്മി ബി, ഷിജി ഡേവിഡ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം നിർണ്ണയിക്കുന്നതിനായി ജലത്തിനടിയിലെ ROV ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. കെ കരുണാകരന്റെ 15ാം ചരമവാർഷികം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ തേയിലത്തോട്ടം മേഖല പ്രതിസന്ധിയിൽ. -ഡിഗ്രിയിലെത്തിയതോടെ തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് കൺട്രോൾ റൂമുകളിലേക്ക് പുതിയതായി അനുവദിച്ച വാഹനങ്ങൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ് കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.